പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ അങ്ങയുടെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ഏകജാതനിലൂടെ അങ്ങയുടെ സ്നേഹത്തിന്റെ പാരമ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും ആത്മീയമായി, മാനസികമായി, ശാരീരികമായി, ഭൗതികമായി, സാമ്പത്തികമായി എല്ലാം നിറച്ചു നൽകുന്ന ആ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ആ സ്നേഹത്തെ സ്വന്തമാക്കി അങ്ങ് നൽകുന്ന വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് ആത്യന്തികമായിട്ട് അങ്ങയെ തന്നെ സ്വന്തമാക്കി ജീവിക്കാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. അതിനായിട്ട് ഞങ്ങളുടെ എല്ലാ മക്കളെയും തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അവിടുത്തെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് തിരുഹൃദയത്തിന്റെ സമൃദ്ധമായ സ്നേഹം കൊണ്ടും ജീവനും കൊണ്ടും ഞങ്ങളുടെ മക്കളെ നിറച്ച് സംതൃപ്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, കൃപ ചൊരിയണമേ. സ്നേഹവും സന്തോഷവും സമാധാനവും നിറച്ച് അങ്ങയിലേക്ക് ചേർത്ത് പിടിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഈ കൂട്ടായ്മയില് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും എല്ലാ പ്രാർത്ഥനകളെയും ഞങ്ങൾ ഒരുമിച്ച് തിരുഹൃദയത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപാദാനങ്ങളും നിറയ്ക്കാൻ വേണ്ടി കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും തിരുഹൃദയത്തിൽ നിന്നൊടുക്കുന്ന തിരുച്ചോരയാലും തിരുജലത്താലും എല്ലാ കൃപകളും നിറച്ച് എല്ലാ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും നമുക്ക് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടാണ് ഈശോ തിരുഹൃദയം നമുക്ക് വേണ്ടി കത്തിച്ചൊലിച്ച് തുറന്നിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്നേഹം ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മൾ അറിയണം. ഈശോയുടെ സ്നേഹം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? അത് മറ്റൊന്നുമില്ല. ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. അതായത് ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോ തന്റെ ഹൃദയം നമുക്ക് നൽകുമ്പോ നമ്മൾ ചെയ്യേണ്ടത് ആ തിരുഹൃദയത്തെ സ്വീകരിച്ച് ആ തിരുഹൃദയത്തിന് നമ്മെ സമർപ്പിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കണം. ഇത് മറ്റൊന്നും കണ്ടല്ല. ഈശോയാൽ മാത്രമേ നമ്മുടെ ഹൃദയം സംതൃപ്തമാകൂ. അതുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന വലിയ കാര്യം വെളിപാട് 3:20 ഈശോ പറഞ്ഞു, ഇതാ ഞാൻ വാതിൽക്കൽ വന്ന്, ഹൃദയത്തിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. നീ വാതിൽ തുറന്നു തന്നാൽ നിന്റെ അകത്ത് പ്രവേശിക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഹൃദയങ്ങളെ സ്വന്തമാക്കി ആ ഹൃദയത്തിൽ വസിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. അതാണ് ഈശോയുടെ വലിയ ആഗ്രഹം. അതുകൊണ്ട് ഇന്ന് ഓർത്തോക്കെ, ഈശോ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാഴുന്നു. പിന്നെ ഈശോയുടെ സ്നേഹം, ഈശോയുടെ സമാധാനം, ഈശോയുടെ ശക്തി, ഈശോയുടെ ജീവൻ, ഈശോയുടെ പ്രവൃത്തികൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടും. ഈശോ പറഞ്ഞില്ലേ, ഹൃദയത്തിൽ നിന്നാണ്, അവന്റെ ഉള്ളിൽ നിന്നാണ് എല്ലാം പുറപ്പെടുന്നത്. ഹൃദയമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ആ ഹൃദയം കർത്താവിന് സമർപ്പിച്ചാൽ ആ ഹൃദയത്തിലേക്ക് വന്ന് ആ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഈശോ നയിക്കുന്ന ഒരു ഭാഗ്യം, അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നമ്മൾ ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മക്കളാ. അതുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്നത് ആ ഹൃദയത്തിൽ വസിക്കണം. ഇനി വേറൊന്ന്, നമ്മൾ ഹൃദയത്തിന്റെ വാതിൽ തുറക്കാത്തിടത്തോളം കാലം ഈശോയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. ഈശോ അതിനു വേണ്ടി നമ്മെ സ്നേഹിച്ചു, സ്നേഹം പ്രകടിപ്പിച്ചു, ജീവൻ നൽകി. ഈശോ ചെയ്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ കേട്ടു, ധ്യാനിച്ചു. ആ സ്നേഹത്തിന്റെ പാരമ്യം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ സ്നേഹത്തെ, ആ കർത്താവിനെ സ്വീകരിക്കുവാൻ പൂർണ്ണ മനസ്സോടെ, സ്വാതന്ത്ര്യത്തോടെ ഹൃദയം തുറക്കണം. അതാണ് ഈശോയുടെ വലിയ ആഗ്രഹം. ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഈ ദിവ്യകാരുടെ ഹൃദയം, ഈ തിരുഹൃദയം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്, നമ്മുടെ ഹൃദയങ്ങളെയാണ്. അതിനുവേണ്ടി സമർപ്പിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ ഒരു തുറന്ന് കിട്ടി, കർത്താവ് കൂടെ വന്നയച്ചു പറഞ്ഞാൽ കൂടെ പഠിക്കുന്നു. നമ്മുടെ വേദനയില്,
നമ്മുടെ കട്ടപ്പാടില്, നമ്മുടെ പഠനത്തില്, പൗരോഹിത്യത്തില്, പ്രവൃത്തിയില്, സംസാരത്തില്, ജോലിയില്, ബിസിനസ്സില്, കുടുംബത്തില്, പൗരോഹിത്യത്തില്, ശുശ്രൂഷയില് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ കൂടെ പഠിക്കും. ഇത്രയും വലിയ ഭാഗ്യപ്പെട്ടവരാ നമ്മൾ, എന്റെ പ്രിയപ്പെട്ട മക്കളെ. പക്ഷെ അത് ചെയ്യണം. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സത്യം അറിഞ്ഞ് യേശുവിനെ സ്വന്തമാക്കി ഈശോയ്ക്ക് വേണ്ടി ഹൃദയം തുറന്ന് ഈശോയെ സ്വീകരിച്ച് നമ്മുടെ മക്കൾ ജീവിക്കട്ടെ, നമ്മുടെ ജീവിതങ്ങൾ ജീവിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവർ ജീവിക്കട്ടെ, നമ്മുടെ കുടുംബം ജീവിക്കട്ടെ. അതിനാൽ തന്നെ കർത്താവിന്റെ പ്രവൃത്തികൾ നമ്മുടെ ഹൃദയത്തിൽ നിറയും. ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൽ നിറയും, അതിൽ നിന്ന് ജീവിതത്തിൽ നിറയും, പ്രവൃത്തികളിൽ നിറയും, എല്ലാത്തിലും നിറയും. അപ്പൊ നമ്മുടെ മക്കൾ പഠിക്കും. മാത്രമല്ല, കർത്താവിന്റെ ശക്തി നമ്മിലൂടെ പ്രകടമാകുമ്പോൾ എല്ലാ വഴികളും തുറക്കപ്പെടും, എല്ലാ അടഞ്ഞ വാതിലുകളും തുറക്കപ്പെടും, എല്ലാ ഇന്റർവ്യൂകളും ജയിക്കും, പരീക്ഷകൾ പാസ്സാകും, മക്കൾ വിജയിക്കും, വിവാഹം നടക്കും. ഏത് നിയോഗവും കർത്താവിനെ ഉള്ളിലേക്ക് കയറ്റി കർത്താവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ച് യേശുവിനെ സ്വീകരിച്ചാൽ എല്ലാം നടക്കും. നമ്മുടെ ഈ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാനുള്ള ഒരു വലിയ വഴിയാണ്. ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുക. ഈശോ ആഗ്രഹിക്കുന്നു. അങ്ങനെ തുറന്നാൽ ഈശോ വരും. പിന്നെ ഈശോ ചെയ്തോളും കാര്യങ്ങളൊക്കെ. പ്രിയപ്പെട്ട മക്കളെ, ഒരു വലിയ മനസ്സറിഞ്ഞുകൊണ്ട്, കർത്താവിന്റെ വലിയ ആഗ്രഹവും മനസ്സും അറിഞ്ഞുകൊണ്ട് ഹൃദയങ്ങളെ സമർപ്പിച്ച് ഈശോയ്ക്ക് നൽകി ഈശോ വസിക്കാൻ ഇടയാകട്ടെ. അപ്പോൾ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കറിയാവുന്നതുപോലെ പന്തക്കുസ്ത തിരുനാളാണ്. ഈശോയുടെ തിരുഹൃദയത്തിന്റെ വലിയൊരു ആഗ്രഹമാണ് നമ്മളെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം എന്നുള്ളത്. സ്നേഹത്തിന്റെ പാരമ്യമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് ഈശോ തന്റെ ഹൃദയത്തെ നമുക്ക് നൽകുമ്പോ, നമ്മുടെ ഹൃദയത്തെ നമുക്ക് വേണ്ടി ഈശോ ആഗ്രഹിക്കുമ്പോ, ആ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ത്രിയേക ദൈവത്തിന്റെ നിറസാന്നിധ്യമാക്കി നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുവാൻ ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട നമ്മുടെ ഹൃദയങ്ങളെ വീണ്ടും ജ്വലിപ്പിച്ച് ഈ പന്തക്കുസ്ത ദിനത്തിൽ ഉന്നതമായ അഭിഷേകത്താൽ സ്ലീഹന്മാരിലേക്ക് ഇറങ്ങി വന്ന ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ രൂപത്തില് കത്തിച്ചൊലിച്ച ആദിമ സഭയിലെ വലിയ അഭിഷേകം ഇന്ന് നമ്മിലും നിറയപ്പെടാൻ വേണ്ടി, മക്കളിൽ നിറയപ്പെടാൻ വേണ്ടി, കുടുംബത്തിൽ നിറയപ്പെടാൻ വേണ്ടി ഈ പന്തക്കുസ്തായുടെ വലിയ ചൈതന്യത്തില് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ആരാധനയില് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണയ്ക്കും വലിയ ഇടപെടലിനു വേണ്ടി പന്തക്കുസ്തായുടെ ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്കറിയാം, സ്നേഹിതന്മാരിൽ വന്ന മാറ്റം, ആദിമ സഭയിൽ വന്ന മാറ്റം, അനേകം മക്കളിൽ വന്ന മാറ്റം, സഹായിക്കുന്ന, പഠിപ്പിക്കുന്ന, അനുസ്മരിപ്പിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, വലിയ പാപബോധം, പശ്ചാത്താപം നൽകുന്ന, എല്ലാ കാര്യങ്ങളിലൂടെ നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ എല്ലാം എത്രമാത്രം മാറ്റണം. അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധനയെ പ്രാർത്ഥിക്കാം. മക്കളെ നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകി, അങ്ങയുടെ ഹൃദയം ഞങ്ങൾക്ക് വേണ്ടി നൽകി, അങ്ങയുടെ സ്നേഹം മുഴുവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ജീവൻ വരെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചു. ദിവ്യകാരുണ്യമായിട്ട് ഞങ്ങളുടെ മധ്യേ എല്ലാം നൽകിക്കൊണ്ട് എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ, അങ്ങയുടെ വലിയ ആഗ്രഹം ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങളെയാണ്. അങ്ങയുടെ ഹൃദയത്തെ ഇതുപോലെ അങ്ങ് ഞങ്ങൾക്ക് നൽകുമ്പോ അങ്ങ് ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ. ഈശോയെ, ഈ സമയം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിന് പ്രതിനന്ദിയായി ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ വന്ന് മുട്ടി നിൽക്കുന്ന അങ്ങയെ സ്വീകരിക്കുവാൻ ഇതാ ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാത്രമല്ല, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങളെ തുറന്ന് പിടിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഓരോ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഈശോയെ
അവിടെ നിന്ന് എഴുന്നള്ളി വരാൻ ആഗ്രഹിക്കുന്നല്ലോ. അതിനായിട്ട് ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരുവാൻ എന്തുമാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ആ ഒരു വലിയ കൃപ നൽകി ഈശോയെ സ്വീകരിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ, ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൻ നിറയ്ക്കൂ നീ, വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. കർത്താവേ, ഈ പുണ്യദിനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പെന്തക്കോസ്ത് ദിനം അങ്ങയുടെ വലിയ സ്നേഹമായ പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് നൽകുവാൻ അവിടുന്ന് അതിയായിട്ട് ആഗ്രഹിച്ചു. ഈ പെന്തക്കോസ്ത് ദിനത്തില് ഹൃദയങ്ങൾ തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ അങ്ങയുടെ സ്നേഹത്തിന്റെ പാരമ്യമായ, അങ്ങയുടെ സ്നേഹം തന്നെയായ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് ഞങ്ങളിൽ നിറയട്ടെ, മക്കളിൽ നിറയട്ടെ, കുടുംബത്തിൽ നിറയട്ടെ. യേശുവേ, പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിന്റെ അഭിഷേക ശക്തിയാൽ ഞങ്ങൾ എല്ലാവരും നിറയട്ടെ, ജ്വലിക്കട്ടെ. പ്രീതാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, പെന്തക്കോസ്ത് ദിനത്തില് ഈശോയുടെ തിരുഹൃദയത്തിന്റെ വലിയ പദ്ധതിയാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുക എന്നുള്ളത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സജീവ സാന്നിധ്യം ഇന്ന് അതിന്റെ പൂർണ്ണതയില് ജ്വലിക്കട്ടെ. പെന്തക്കോസ്തായുടെ വലിയ അഭിഷേകം, വലിയ ചൈതന്യം, വലിയ ശക്തി ഇപ്പോൾ സകല മക്കളിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹിതന്മാരോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയില് നമ്മുടെ ഈ വലിയ കൂട്ടായ്മയെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ പെന്തക്കോസ്ത് ദിനത്തിന്റെ ഉന്നതമായ അഭിഷേകത്താല്, ശക്തിയാല് ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു. തീനാവിന്റെ രൂപത്തില് പരിശുദ്ധാത്മ ശക്തി, കൊടുങ്കാറ്റിന്റെ ആരവത്തോടെ പരിശുദ്ധാത്മ ശക്തി ഇപ്പോൾ ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളിൽ നിറയട്ടെ, നിറഞ്ഞ് കവിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹൃദയം തുറന്ന് ഈശോയെ ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറഞ്ഞ് നിയന്ത്രണം ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളായിട്ട് ഞങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ അഭിഷേകത്താല് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നിറച്ച് ഈ പെന്തക്കോസ്ത് ദിനത്തിൽ ഞങ്ങൾ എവിടുന്ന് അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് ഒരുമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയാൻ, സ്നേഹപാരമ്യമായ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മെ നയിക്കാൻ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് മക്കളുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ വരമേൽപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സാന്നിധ്യം നിറയാൻ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യ ശക്തി അഭിഷേകമായിട്ട് നിറയപ്പെടാൻ, പെന്തക്കോസ്തായുടെ ഉന്നതമായ അഭിഷേകം നമ്മിൽ ചൊരിയപ്പെടാനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി മക്കളെയും കുടുംബത്തെയും
വികാരന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കും മക്കളെ. സ്തുതിയോടെ ഹല്ലേലൂയ. യേശുവേ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുള്ള സ്നേഹത്തെ പ്രതി ഹൃദയം തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് വന്ന് വസിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയട്ടെ. പിതാവായ ദൈവം നിറയട്ടെ. ത്രിയേക ദൈവത്തിന്റെ നിറസാന്നിധ്യത്താൽ നിറയപ്പെട്ട ഹൃദയങ്ങളും ജീവിതങ്ങളുമായിട്ട് ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും ജീവിതങ്ങൾ, ശരീരങ്ങൾ, ഹൃദയങ്ങൾ മാറട്ടെ.